ഹായ്, വെൽക്കം ടു ഹീനാസ് ഫ്ലവേഴ്സ്. ഇന്ന് ഞാനൊരു ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ചിക്കൻ കബാബ് പല ടൈപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കബാബാണിത്. ഞാൻ മിക്കവാറും പെട്ടെന്ന് എന്താ പറയുക, സമയമില്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഞാൻ അധികം ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കബാബ് നിങ്ങൾക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക്. പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, 1 കിലോ ചിക്കൻ, 2 കോഴിമുട്ട, പിന്നെ കുറച്ച് കോൺഫ്ലവർ, തൈര്, പിന്നെ ഞാൻ 2 ടൈപ്പ് മസാലയുടെ പേര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ടൈപ്പ് കബാബ് മസാല മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചാറ്റ് മസാല, കുറച്ച് കസൂരി മേത്തി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ചിക്കനിലേക്ക് എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ചേർത്തു. ഒന്നും കൂടെ പറയാം. കബാബ് മസാല ചേർത്തു, 2 ടൈപ്പ് ചേർത്തിട്ടുണ്ട്, കമ്പനി ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. കോൺഫ്ലവർ, തൈര്, ചാറ്റ് മസാല, വെളുത്തുള്ളി ചതച്ചത്, കസൂരി മേത്തി, ഉപ്പ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മസാല എല്ലാം കൂടി ചേർത്തിട്ട്. ഇപ്പം ഞാൻ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ചേർത്താൽ മതി, യെല്ലോ ചേർക്കണ്ട. പിന്നെ അപ്പം എനിക്ക് അത്ര ക്രിസ്പി ആവണ്ട, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ യെല്ലോ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. നമുക്കറിയാം ഇത് മസാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ വെച്ചാലാണ് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ എന്ന്. പിന്നെ ഇങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസിലൊക്കെ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസിലൊക്കെ ചാറ്റ് മസാല കുറച്ച് ചേർക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾക്കിഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് വയ്ക്കട്ടെ കേട്ടോ. ഇതാ ചിക്കനിൽ മസാലയൊക്കെ തേച്ചു. ഇനി ഇത് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ നന്നായിരിക്കും. പിന്നെ ഞാനിതിൽ ചാറ്റ് മസാലയും തൈരും ചേർത്തതുകൊണ്ട് വിനീഗർ ചേർക്കുന്നില്ല. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് വിനീഗറും കൂടെ ചേർക്കാം ഇതിലേക്ക്. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ ചാറ്റ് മസാല ഓൾറെഡി ചേർത്തു. അപ്പോൾ അതുകൊണ്ട് ഇനി വിനീഗർ ചേർക്കുന്നില്ല. ഇനി ഇത് അരമണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ചിക്കനൊക്കെ അരമണിക്കൂറായി വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ഞാനിപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടു. നമുക്കറിയാം നമ്മുടെ മലയാളികൾക്ക് കറിവേപ്പില ഇല്ലാതെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. മിക്കവാറും എല്ലാത്തിലും കറിവേപ്പില ഇടും, പ്രത്യേകിച്ച് ചിക്കൻ ഫ്രൈ പോലത്തുള്ള സംഭവങ്ങളിൽ. അപ്പം ഞാനിതിൽ കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കുറച്ചിട്ടിട്ട് ചെറുതീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ചിക്കനെ അതിലിട്ടിട്ടുണ്ട്. ഇനി അത് ചെറുതീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് പലരും ഒരുപാട് പേരുണ്ട് വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ കമൻറ്റ് ആരും ചെയ്യുന്നില്ല, അധികം ആരും ചെയ്യാറില്ല. അപ്പം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ കബാബ് എല്ലാവരും ട്രൈ നോക്ക്. എന്താ പറയുക, നമ്മൾ തിരക്കിനിടയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കബാബാണ്. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.